ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ തീരം തൊടും. ചെന്നൈയിൽ കനത്ത മഴയും കാറ്റും, പലയിടങ്ങളിലും വെള്ളക്കെട്ട്. ചെന്നൈ വിമാനത്താവളം രാത്രി 7 മണിവരെ അടച്ചിടും. ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ ജില്ലകളിൽ കനത്ത മഴ. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ മുതൽ മലപ്പുറം വരെയാണ് യെല്ലോ അലർട്ട്. തിങ്കളാഴ്ച എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. ചൊവ്വാഴ്ച മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? ശക്തമായ മഴ വരും ദിവസങ്ങളിൽ കേരളത്തിൽ പെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അലർട്ടുകളുടെ കാര്യം പറയുമ്പോൾ നാളെ മുതൽ സംസ്ഥാനത്ത്, അതായത് കുറച്ച് ദിവസത്തേക്ക് തന്നെ ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് വലിയ മഴ പെയ്യും. നാളത്തെ അലർട്ടുകൾ എടുക്കുമ്പോൾ നാളെ ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം 2-ാം തീയതി, അതായത് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണുള്ളത്. തൊട്ടടുത്ത ദിവസമായ 3-ാം തീയതിയും സമാനമായ രീതിയിൽ ഏതാണ്ട് സംസ്ഥാനത്തെ 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ രീതിയിൽ അലർട്ടുള്ളത്. ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിലാണ് മഴ ശക്തമാകുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാരക്കലിനും മഹാബലിപുരത്തിനിടയിൽ പുതുച്ചേരിക്ക് സമീപമാണ് ഈ ചുഴലിക്കാറ്റ്, ഫിൻജാൽ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുക. അതിന്റെ സ്വാധീന ഫലമായി തന്നെയാണ് സംസ്ഥാനത്ത് അടുത്ത 4 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പായി വരുന്നത്. ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായോ അല്ലെങ്കിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.